संध्या समय में प्रभु यीशु मसीह के अति पवित्र नाम पर एकत्रित होने के लिए प्रभु जी ने सहायता किया। परमेश्वर का वचन इन दिनों में हम सीख रहे हैं। आदरणीय प्रभु का दास पास्टर रंजी जॉर्ज हमें परमेश्वर का वचन से सिखाते आ रहे हैं। हम भाग्यशाली है प्रभु का दास ये छोटे झुंड में आकर हमें सिखाने के लिए अपना समय हर शुक्रवार को अलग किया। प्रभु का दास मलयालम भाषा में प्रचार करेंगे और उसको हिंदी में अनुवाद करेंगे। अपना पास्टर विल्सन रामचंद्र समय बिल्कुल नष्ट ना करते हुए आइए दोनों प्रभु के दासों को हम ताली बजाकर स्वागत करेंगे। पास्टर जी वेलकम, आगे का समय आपका है। Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദേവദാസന്മാരോടും ദാസിമാരോടും ദൈവജനത്തോടും കൂടെ ലഭിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുക. परमेश्वर के दासों दासियों के साथ में, परमेश्वर के जनों के साथ में एक और आशीषित समय मिलने के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഇന്നത്തെ രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവ് ചെയ്യാറുള്ളതുപോലെ ഇന്നത്തെ രാത്രിയിലും വ്യക്തമായി കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ദൈവ കരങ്ങളിലേക്ക് കൊടുക്കാം. आज शाम को जब हम एक बार फिर से परमेश्वर के वचन के सामने बैठे हैं, तो जैसे हम हमेशा करते आए वैसे ही एक बार फिर से परमेश्वर के वचन के सामने अपने आप को हम समर्पित करें। കർത്താവ് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ നാം ഈ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ കേൾക്കുന്ന വാക്കുകളൊക്കെ വ്യർത്ഥമാണ്. अगर प्रभु हमसे बातचीत नहीं करता है तो हमारी बातचीत, हम जो कुछ सुन रहे हैं वो सब बेकार है। കർത്താവ് എപ്പോഴും സംസാരിക്കുന്ന കർത്താവാണ്, അല്ലെങ്കിൽ ദൈവം എപ്പോഴും സംസാരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. परमेश्वर बातचीत करने वाला परमेश्वर है, या फिर परमेश्वर के वचन में हम साफ साफ देखते हैं कि हमारा परमेश्वर बोलने वाला, बात करने वाला परमेश्वर है। നമുക്ക് പലപ്പോഴും അത് അങ്ങനെ തോന്നാറില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം സംസാരിക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പക്വതയിൽ അല്ലെങ്കിൽ അത് ആ സാഹചര്യത്തിൽ നാം ആയിത്തീർന്നിട്ടില്ല എന്നുള്ളതാ സത്യം. पर बहुत बार हमें ऐसा लगता नहीं है कि हमारा परमेश्वर बात करता है, क्योंकि उसकी दिक्कत ये नहीं है कि परमेश्वर बात नहीं करता, बल्कि इसलिए क्योंकि या तो हम उस पक्वता तक, परिपक्वता तक अभी तक नहीं पहुंचे, या फिर हम अपने आप को उस तरह ढाल नहीं पाए हैं कि हम उसकी आवाज सुन सकें। ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പേജിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദൈവം എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. ആ ദൈവശബ്ദം കേട്ട് ഭൂമി, അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പ്രകൃതി ഭൂമി മാറിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ സൃഷ്ടി നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उत्पत्ति की पुस्तक पहले अध्याय के शुरुआत से हम देख सकते हैं कि एक एक दिन जब परमेश्वर बात करता है, ये पृथ्वी जब अपने आप को उसके अनुरूप ढालती है, समर्पित करती है, तो हर दिन परमेश्वर जब बोलता है उसके अनुसार सृष्टि होती जाती है। പക്ഷെ ഒരു വ്യത്യാസമുണ്ടായി. 6-ാമത്തെ ദിവസമായപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ 5 ദിവസം സൃഷ്ടി നടത്തിയപ്പോഴും ഈ ഒരു സൃഷ്ടിക്കും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ദൈവം ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരം സംഭവിച്ചു. पर एक फर्क है कि पहले 5 दिन जो कुछ भी परमेश्वर ने बनाया, वो सृष्टि अपनी इच्छा से खुद को बदल नहीं सकती थी। जैसे परमेश्वर ने कहा हो जाए वैसा हो गया। അത് ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോയ്സ് ഒരു സൃഷ്ടിക്കുമില്ല, പക്ഷെ മനുഷ്യന് മാത്രമേ ചോയ്സ് ഉള്ളൂ. കാരണം ഫ്രീഡം ഇൻ ദ വിൽ, അല്ലെങ്കിൽ ഫ്രീ വിൽ മനുഷ്യന് മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നത്. इस प्रकृति में अगर हम देखें तो प्रकृति में किसी भी वस्तु को, किसी भी चीज को चुनने की आजादी नहीं है, लेकिन सिर्फ इंसान को, मनुष्य को परमेश्वर ने मुक्त या फ्री विल या चुनने की आजादी दी है। സകല സൃഷ്ടികളിലും വെച്ച് മനുഷ്യൻ പ്രത്യേകതയുള്ളവനാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രത്യേക രീതിയിലാണ്. सारी सृष्टि में मनुष्य खास है और मनुष्य को सबसे खास तरीके से परमेश्वर ने रचा। ദൈവവചനത്തിലേക്ക് നോക്കിക്കേ, അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് അപ്രകാരം തന്നെ സ്ഥാപിതമായി. അതിനകത്ത് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല, ഒരു ഒപ്പോസിഷൻ വന്നില്ല, ഒരു റിബൽ വന്നില്ല. ദൈവം എന്ത് പറഞ്ഞത് സംഭവിച്ചു. आप परमेश्वर की सृष्टि में देखिए, परमेश्वर ने कहा हो जाए, हो गया, बन जाए, बन गया। जो कुछ कहा वैसे का वैसा हो गया, उसमें कोई विरोध नहीं हुआ, उसमें कोई बगावत नहीं आई। जैसा परमेश्वर ने कहा वैसा हो गया। മനുഷ്യന്റെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു മനുഷ്യൻ ഉണ്ടാകട്ടെ,
അല്ലെങ്കിൽ സ്ത്രീ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനുണ്ടായേനേം സ്ത്രീ ഉണ്ടായേനേം. പക്ഷെ ദൈവം അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. जब मनुष्य की रचना की बारी आई तो अगर परमेश्वर चाहता तो कह सकता था कि मनुष्य स्त्री पुरुष बन जाए, स्त्री बन जाए, और ऐसे कहे कि वो बना सकता था, पर परमेश्वर ने मनुष्य को इस तरीके से नहीं रचा। കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോഡ് ഹാഡ് ടേക്കൺ സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്പെഷ്യൽ ടൈം ഇൻ ക്രിയേറ്റിംഗ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. परमेश्वर के वचन को अगर हम देखें तो हम देख सकते हैं कि परमेश्वर ने मनुष्य को अपनी सृष्टि, अपने स्वरूप और अपनी समानता में बनाने के लिए खास दिलचस्पी दिखाई, खास समय उसके लिए दिया। മനുഷ്യന്റെ മറ്റു സൃഷ്ടികളെ പോലെയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഗോഡ് വാസ് പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ. बाकी सृष्टियों से अलग इंसान की सृष्टि करते समय परमेश्वर ने खास ध्यान उस पर दिया। അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വചനം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാൻ തക്കവണ്ണമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. इसका मतलब क्या है? अगर आप वचन को ध्यान से आप देखें तो परमेश्वर ने मनुष्य को अपने साथ संगति करने के लिए बनाया। മറ്റൊരു സൃഷ്ടിയും ദൈവത്തെ അറിയാത്തവണ്ണം മനുഷ്യന് തന്റെ ദൈവത്തെ അറിയുവാൻ കഴിയും. और कोई भी सृष्टि जिस तरीके से परमेश्वर को नहीं जान सकती है, मनुष्य परमेश्वर को उस तरीके से जान सकता है। വചനത്തിൽ കാണുന്നു മറ്റൊരു സൃഷ്ടികളോടും ദൈവം സംസാരിക്കുന്നില്ല, എന്നാൽ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു. वचन में हम देखते हैं और किसी सृष्टि से परमेश्वर बात नहीं करता है, लेकिन मनुष्य से परमेश्वर बात करता है। ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹമുള്ള ഒരു ദൈവത്തോടാണ് അല്ലെങ്കിൽ ദൈവസന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം. आज मेरी बात को सुनने वाले परमेश्वर के जनों, जब हम वचन को सुन रहे हैं तो हम इस बात के एहसास के साथ में बैठे कि मुझसे बात करने की इच्छा रखने वाले एक परमेश्वर के सामने मैं बैठा हूं। അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമേറിയ കാര്യങ്ങളായിരിക്കാം ഇന്നത്തെ രാത്രി എന്നോട് കർത്താവ് സംസാരിക്കാനായിട്ട് പോകുന്നത്. अगर ऐसा है तो वो सर्वोच्च सर्वश्रेष्ठ परमेश्वर जब मुझसे बड़ी बड़ी बातें कहेगा, कितनी बड़ी बड़ी बातें वो मुझसे मेरे बारे में कहेगा। എന്നെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം എന്റെ അവസ്ഥ, എന്റെ ഉള്ളിലെ എന്റെ ചിന്തകൾ, എന്റെ നിരൂപണങ്ങൾ, എന്റെ ഭയം, എന്റെ ആകുലത, ഭാവിയെക്കുറിച്ചുള്ള എന്റെ വ്യക്തമില്ലായ്മ, അതിനെക്കുറിച്ചുള്ള എന്റെ സകലവിധമായ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, സ്ട്രെസ്, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് ഇന്നത്തെ രാത്രി എന്നോട് സംസാരിക്കാൻ പോകുന്നത്. मैं जैसा हूं वैसा मुझे जानने वाला एक परमेश्वर, मेरी चिंताओं को जानने वाला, मेरी व्याकुलताओं को जानने वाला, मेरी बेचैनियों को जानने वाला, मेरे डर को जानने वाला, भविष्य के बारे में मेरी अस्पष्टता को जानने वाला, इन सारी चीजों को अच्छी तरह से जानने वाला एक परमेश्वर आज मुझसे बात करने जा रहा है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ സമർപ്പണത്തോടെ, ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്നത്തെ രാത്രി ഇരിക്കുന്നുവെങ്കിൽ ദൈവശബ്ദം കേൾക്കാതെ ഒരു വ്യക്തിയും ഇന്നത്തെ കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല. परमेश्वर के जनों, अगर आप इस समर्पण के साथ, इस आशा के साथ में, इस विश्वास के साथ में अगर आप परमेश्वर के सामने बैठेंगे तो एक भी जन परमेश्वर की आवाज सुने बिना यहां से नहीं जाएगा। You are special in the eyes of God. You are special before God all the time. आप परमेश्वर की नजरों में खास हैं और आप हर समय परमेश्वर की नजरों में विशेष हैं। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. इन दिनों में हम ये सीख रहे हैं कि कैसे हमें परमेश्वर से प्रार्थना करनी है। കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത്, വെറുതെ പ്രാർത്ഥിച്ച് ടൈം വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് നമ്മൾ കേട്ടു. पिछले दिनों में हमने ये सुना कि कैसे प्रार्थना नहीं करनी है, कैसे ऐसे ही बेकार के शब्द बोल के समय बर्बाद नहीं करना है। നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. मत्ती का सुसमाचार 6वां अध्याय उसके 5 से आगे के वचनों को हम सीखते आ रहे हैं। കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു 9-ാമത്തെ വാക്യത്തിൽ നിന്ന്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. और पिछले हफ्ते 9वें वचन में से हमने देखा कि आता है तुम इस रीति से प्रार्थना करो कि हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. मुझे सुनने वाले मेरे प्रिय भाइयों, परमेश्वर के बारे में हमारी जानकारी हमें पूरी तरह से बदल सकती है। നാം ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നിടത്ത് ഇവിടെ പ്രാർത്ഥിച്ച് കർത്താവ് പഠിപ്പിച്ചു തുടങ്ങുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീ വിളിക്കണം.
हम जहाँ हे परमेश्वर कहकर पुकारते हैं, यहाँ प्रार्थना सिखाते समय यीशु कहता है हमें ऐसी प्रार्थना करनी है, हे हमारे पिता तू जो स्वर्ग में है। ലോകത്തിലെ സകല മനുഷ്യരും ദൈവഭയമുള്ള എല്ലാ മനുഷ്യരും ദൈവത്തെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. इस दुनिया के सारे लोग, परमेश्वर से डरने वाले सब लोग परमेश्वर को परमेश्वर या ईश्वर ही कहकर पुकारते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വിഷയം. परमेश्वर के जनों, जैसे मैंने पहले बताया, परमेश्वर के बारे में हमारा नजरिया, परमेश्वर के बारे में हमारी जो जानकारी है, वो हमारी आत्मिक जिंदगी की नींव है। സങ്കീർത്തനങ്ങൾ 115 സങ്കീർത്തനങ്ങൾ 135 ജാതികളുടെ വിഗ്രഹങ്ങളെ കുറിച്ച്, ജാതികളുടെ ദൈവങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. भजन संहिता 115 और भजन संहिता 135 में पवित्र आत्मा ने अन्य जातियों के ईश्वरों के बारे में कुछ उनकी खासियतें साफ साफ बताई हैं। അവിടെ എഴുതിയിരിക്കുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജാതികളുടെ ദൈവങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യന്റെ കൈവേലയുമാകുന്നുവെന്ന്. वहां पर लिखा है, अन्य जातियों के ईश्वर वो चांदी या सोने की मूर्तें हैं या मनुष्य के हाथों की कला है। അവിടെ അവർക്ക് വായുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതുമില്ല എന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറയുന്നുണ്ട്. वहां पर आगे और अधिक समझाते हुए बताया गया, उनके मुंह तो रहता है परंतु वे बोल नहीं सकती, उनकी आंखें तो रहती है परंतु वे देख नहीं सकती, उनके कान तो रहते हैं परंतु वे सुन नहीं सकते। അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടിരുന്നത്. അവയെ ഉണ്ടാക്കുന്നവരെല്ലാവരും അവയെ പോലെയും അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെയെന്ന്. और इसमें इनके बाद में एक वचन दिया गया जिसकी ओर मैं आपका ध्यान खींचना चाहता हूँ। वहां लिखा है, जैसी वे हैं वैसे ही उनके बनाने वाले हैं और उन पर सब भरोसा रखने वाले भी वैसे ही हो जाएंगे। Also you become like the God you worship. जिस ईश्वर की आप उपासना करते हैं उसी जैसे आप बन जाते हैं। വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വിഗ്രഹത്തെ പോലെ തന്നെയായിരിക്കും. मूर्तों की उपासना करने वाले एक व्यक्ति की जिंदगी उन्हीं मूर्तों जैसी ही होती है। എന്താണ് നമ്മൾ കേട്ടത്? ജീവനില്ലാത്ത ഒരു അവസ്ഥ, കണ്ണുണ്ടെങ്കിലും കാണാത്തത്, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തത്, വായുണ്ടെങ്കിലും സംസാരിക്കാത്തത്, കാലുണ്ടെങ്കിലും നടക്കാത്തത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രൂപമുണ്ട്, ഭാവമുണ്ട്, എല്ലാ അവയവങ്ങളും അതാത് സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നില്ല, ജീവനില്ല. हमने क्या देखा है कि उनके आंखें तो रहती हैं, देखती नहीं है, कान है सुनती नहीं है, मुंह है बोलती नहीं है, पैर है चलती नहीं है, हाथ है काम नहीं करते। यानी क्या है, उनके पास रूप है, सारे के सारे अंग हैं, पर उनके अंदर एक चीज की कमी है, जीवन नहीं है, वो निर्जीव है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതേ അനുഭവമായിരിക്കാം ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നത്. मुझे सुनने वाले भाइयों और बहनों, शायद मेरी आवाज को सुनने वाले कुछ लोगों की जिंदगी के हालात ऐसे ही होंगे। മറ്റുള്ളവർക്ക് ഇല്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്താൽ തന്നിട്ടുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, വലിയ പണമോ ധനമോ ഇല്ലെങ്കിൽ തന്നെയും അതാത് ദിവസങ്ങളിൽ ജീവിച്ചു പോകുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചുറ്റുപാടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പലരെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ല, നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ല, നാളെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിലില്ല. हमारी जिंदगी में परमेश्वर ने दूसरों की जिंदगी में जो नहीं है, ऐसी आशीषें अनुग्रह परमेश्वर ने हमारी जिंदगी में दी है। अच्छी खासी तंदुरुस्ती परमेश्वर ने हमें दी है, अच्छा परिवार हमें दिया है, बहुत ज्यादा धन नहीं भी हो तो भी हर दिन की जरूरतों को पूरा करने लायक प्रबंध परमेश्वर ने करके दिया है। लेकिन फिर भी क्या है, हमारी जिंदगी में चैन नहीं है, खुशी नहीं है, हमारी जिंदगी में शांति नहीं है, आने वाले कल के बारे में हमारी जिंदगी में कोई आशा नहीं है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിക്കേ. അന്ധരായി നടക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഓർഫൻസ് ആയിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒക്കെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കത്തില്ലയോ, കർത്താവേ എന്നെ എത്രമാത്രം അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു, ആ സഹോദരങ്ങളെ കഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വരുന്നില്ലല്ലോ, എന്നെ എത്രമാത്രം അവരെക്കാൾ ഉയർന്ന അവസ്ഥയിലാണ് പരിപാലിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കാറില്ലേ സഹോദരങ്ങളെ?
मेरे भाइयों, अपने आसपास के लोगों को जब हम देखते हैं तो क्या हमने ऐसे लोगों को नहीं देखता है जो अंधे हैं, जो शारीरिक रूप से अपंग हैं, या जो अनाथ हैं? उनको जब हम देखते हैं तो क्या हम हमारे मन में ये विचार नहीं आता है कि परमेश्वर तूने मुझे कितनी अच्छे तरीके से बनाया है, वो जितना कष्ट उठा रहे हैं, दुख झेल रहे हैं, उतना मुझे झेलना नहीं पड़ रहा है, कितनी अच्छी तरीके से प्रभु तू मेरी देखभाल कर रहा है? क्या ऐसा विचार हमारे मन में नहीं आता है? ഹല്ലേലൂയ. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നമുക്കുള്ളപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത വരുന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വരുന്നില്ല, സന്തോഷം വരുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളിലുള്ള ആ ജീവനെ, നമ്മളിലുള്ള ആ വെളിച്ചത്തെ, നമ്മളിലുള്ള ആ പ്രത്യാശയെ, നമ്മളിലുള്ള ആ സമൃദ്ധിയെ ദുഷ്ടനായ പിശാച് നമ്മളിൽ നിന്ന് കബളിപ്പിച്ചു മാറ്റുകയാണ്. इतनी सारी अच्छी आशीषें होने के बावजूद हमारी जिंदगी के अंदर चैन नहीं है, खुशी नहीं है, आनंद नहीं है, कोई शांति नहीं है। पता है क्यों? क्योंकि हमारे अंदर जो रोशनी है, हमारे अंदर जो आत्मिकता है, हमारे अंदर जो जीवन परमेश्वर ने दिया है, उसे शत्रु शैतान ने बहका के हमसे छीन लिया है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാച് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മറച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങളെ ഇന്നത്തെ രാത്രി തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും അറിയരുതെന്ന് പറഞ്ഞ് പിശാച് നമ്മളിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന, നമ്മളെ മറച്ചു വെച്ചിരിക്കുന്ന ചില വലിയ സത്യങ്ങളെ ഇന്നത്തെ രാത്രി ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ അതൊരു മാറ്റമായി തീരും. और इसीलिए मेरे भाइयों, जिन बातों के बारे में, जिन सच्चाइयों के बारे में शैतान चाहता है कि हमें कभी भी उसका पता न चले, जिन बातों को उसने हमारी आंखों से छिपा रखा है, हमसे उसने अलग करके रखा है ताकि हम उसे जान न पाए, उन बातों को जब हम अपनी जिंदगी में जानने पाएंगे तो हमारी जिंदगी में एक बड़ा बदलाव आने पाएगा। കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. प्रभु हमें प्रार्थना करना सिखाते समय वो ये सिखाता है कि इस तरह से प्रार्थना करो कि हे हमारे पिता तू जो स्वर्ग में है। അതിലെ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, നിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും നിനക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. अगर आप परमेश्वर की संतान हैं, अगर आप यीशु मसीह पर विश्वास करते हैं, अगर आपने यीशु मसीह के नाम में उद्धार पाया है, तो एक बात आपको याद रखनी है कि चाहे आपकी परिस्थितियां जैसी भी हो, आपके हालात चाहे जैसे भी हो, स्वर्ग में आपका एक पिता है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അനേക വർഷങ്ങൾ അനാഥനായി നടന്ന ഒരു കുട്ടിക്ക് ഒരു ദിവസം പെട്ടെന്ന് തന്റെ പിതാവിനെ കിട്ടുകയാണെന്നൊന്ന് കരുതിക്ക്, ആ കുട്ടിയുടെ ജീവിതത്തിന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ലേ? एक बार सोच कर देखिए, एक बच्चा जो कई सालों से अनाथ की तरह जिंदगी जी रहा, उसको अगर अचानक से एक दिन उसका पिता मिल जाए तो क्या उसकी जिंदगी में खुशी, एक बड़ा आनंद, एक बदलाव नहीं आएगा? കഴിഞ്ഞ നാളുകളിൽ ആ കുഞ്ഞിന് എവിടെ നാളത്തെ ദിവസങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചൊരു വിചാരവുമില്ല. തനിക്ക് ഉടുക്കുവാനുള്ള വസ്ത്രത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടിയിരുന്നു, കഴിക്കുവാനുള്ള ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ടിയിരുന്നു, സ്കൂളിൽ പോകുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ കഴിയുന്നില്ല, എവിടെ നന്നായി കിടന്ന് ഉറങ്ങുമെന്നുള്ളതിനെ കുറിച്ച് അവനൊരു നിശ്ചയവുമില്ല. മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അവൻ ഓടി ഒളിക്കും, കാരണം അവനെ സഹായിക്കുവാൻ ആരുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തനിക്കൊരു പിതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാതിരിക്കുമോ? पहले वो उस बच्चे को आने वाले भविष्य के बारे में कोई कोई विचार उसके मन में नहीं था। खाने के लिए उसको दूसरों से मांगना पड़ता था, वस्त्रों के लिए उसको दूसरों के सामने हाथ फैलाने पड़ते थे, स्कूल जाने की इच्छा है पर वो जा नहीं पाता था, अगर कोई मारपीट करने के लिए आता है तो वो बचकर भाग निकलता था, सिर्फ यही चिंता रहती थी कि कहाँ वो रात को सोएगा। लेकिन मैं एक सवाल आपसे पूछना चाहता हूँ, अगर एक पिता उसकी जिंदगी में आ जाए तो क्या उसके ये हालात बदल नहीं जाएंगे? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിൽ ആർക്കും അത്യുന്നതനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പുതിയ നിയമം നമുക്ക് തന്ന അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന, ലോകത്തെ മുഴുവനും തന്റെ ഇച്ഛാശക്തിയിലും തന്റെ ചിന്തകളാലും നടത്തുന്ന അത്യുന്നതനായ ദൈവം ക്രിസ്തുവേശുവിലൂടെ എന്റെയും നിങ്ങളുടെയും പിതാവായി മാറി എന്നുള്ള സത്യമാണ്. मेरे प्रिय भाइयों, सर्वोच्च परमेश्वर को इस दुनिया में कोई भी पिता कहकर नहीं पुकार सकता था, लेकिन नए नियम में हमें जो आशीष मिली है, नए नियम ने हमें जो अनुग्रह दिया, वो ये कि सर्वोच्च परमेश्वर यीशु मसीह के द्वारा, वो परमेश्वर जो इस दुनिया को अपनी सोच से, अपनी इच्छा शक्ति से चलाता है, यीशु मसीह के द्वारा वो हमारा पिता बन गया, हम उसे पिता कह सकते हैं।
നമുക്കറിയാം നമ്മളിൽ പലരും ഒരുപക്ഷെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് യേശു കർത്താവിനോടാ. യേശുവെ, എപ്പോഴും യേശു കർത്താവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവിന്റെ നാമത്തെ പലപ്പോഴും നമ്മളിൽ പലരും നാവിന്മേൽ എടുക്കാറില്ല. मैं जानता हूं कि हम में से बहुत सारे लोग और बच्चे भी जब प्रार्थना करते हैं तो वो प्रभु यीशु के नाम से प्रार्थना करते हैं, यीशु प्रभु के नाम से प्रार्थना करते हैं। हम में से बहुत सारे लोग पिता का नाम अपने मुंह में नहीं लेते हैं। യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല. തീർച്ചയായിട്ടും നമുക്ക് യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് യാചിക്കുന്നത് ഞാൻ നിനക്ക് തരുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പക്വത വന്ന ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനാ ശൈലിയിൽ വരുന്ന മാറ്റം എന്താണെന്ന് ദൈവവചന പ്രകാരം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ये नहीं कह रहा कि यीशु से प्रार्थना करना गलत है, हमें प्रभु यीशु से प्रार्थना करनी है। और वचन में भी वो कहता है कि तुम मेरे नाम से मुझसे जो कुछ मांगोगे वह मैं तुम्हारे लिए करूंगा। पर उसके साथ साथ एक बात यह है कि जो व्यक्ति मसीही विश्वास में परिपक्व होता है वो उसका पिता के साथ में जो रिश्ता बनता है उसमें जो बदलाव उसकी प्रार्थना जिंदगी में आता है उसके बारे में भी हमें देखना है। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ മാത്രമേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങണം. हमारे प्रभु ने एक बार हमें प्रार्थना करने के बारे में सिखाया और उस प्रार्थना को सिखाते समय वो ये कहता है कि हमें इस तरह से प्रार्थना करनी है, हे हमारे पिता तू जो स्वर्ग में है। നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ്. ആരിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വേണം നാം പ്രാർത്ഥിക്കുവാൻ. हमें किससे प्रार्थना करनी है? पिता से प्रार्थना करनी है। किसके माध्यम से प्रार्थना करनी है? प्रभु यीशु के माध्यम से प्रार्थना करनी है। और किसकी सामर्थ्य में प्रार्थना करनी है? पवित्र आत्मा के सामर्थ्य में होकर प्रार्थना करनी है। അതെ, ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം പ്രാർത്ഥിക്കണം. एक बार फिर से मैं उसे दोहराना चाहता हूं, हमें पिता से पुत्र यीशु मसीह के नाम में पवित्र आत्मा की मदद से प्रार्थना करनी है। അതെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി തീരുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ്. हाँ, स्वर्ग का पिता हमारा पिता बन जाता है, ये एक बहुत ही उत्तम बात है। ഇത് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന പ്രിവിലേജ് ആണ്. नए नियम पर विश्वास करने वाले एक विश्वासी को ही ये सौभाग्य मिलता है। യേശു കർത്താവ് ജനിക്കുന്ന നാളുവരെ പഴയ നിയമത്തിലൊക്കെ ജീവിച്ച വലിയ പ്രവാചകന്മാരുണ്ട്. മോശയെ പോലുള്ള, അബ്രഹാമിനെ പോലുള്ള, അബ്രഹാം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, മോശയുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ വലിയ പ്രവാചകന്മാർ, യെശയ്യാവ്, യെരമ്യാവ്, ഇസക്കിയേൽ, ഇങ്ങനെ വലിയ പ്രവാചകന്മാരുണ്ട്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ പഴയ നിയമത്തിലെ അനേക വിശുദ്ധന്മാരുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെയുണ്ട് ആ പഴയ നിയമ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ. यीशु मसीह से पहले पुराने नियम के पवित्र लोगों में, संतों में हम बहुत से लोगों को देखते हैं। अब्राहम से लेकर मूसा है, मूसा के बाद में आप बड़े बड़े भविष्यद्वक्ताओं को देख सकते हैं, यहेजकेल है, यिर्मयाह है, उसके बाद में आप यूहन्ना बपतिस्मा देने वाले तक हम पुराने नियम के पवित्र संतों को देख सकते हैं। കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യരിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകൻ പോലും ദൈവത്തെ ദൈവമേ എന്നാണ് വിളിച്ചത്, പിതാവേ എന്നല്ല വിളിച്ചത്. खुद प्रभु यीशु ने यह गवाही दी कि जो स्त्रियों से जन्मे हैं उनमें यूहन्ना बपतिस्मा देने वाले से बड़ा कोई नहीं है, पर वो जो मनुष्यों में सबसे बड़ा था वो खुद परमेश्वर को सिर्फ परमेश्वर कहकर ही पुकारता था। പഴയ നിയമത്തിലെ ദൈവജനമാണ്. നമുക്കറിയാം, ഇസ്രായേല് ലോകത്തിലെ സകല ജാതികളുടെയും മധ്യത്തിൽ നിന്ന് എന്റെ സ്വന്തം ജനം എന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ പോലും ദൈവത്തെ വിളിച്ചിരുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്നായിരുന്നു. और हम जानते हैं पुराने नियम में परमेश्वर की प्रजा, जो इस्राएली लोग जिन्हें अपने निज धन के रूप में दूसरी जातियों में से परमेश्वर ने चुनकर अलग किया था, वो भी किस तरह से प्रार्थना करते थे? वो ये कहकर परमेश्वर से प्रार्थना करते थे, हे हमारे पूर्वज अब्राहम के, इसहाक के और याकूब के परमेश्वर। उस नाम से वो उनसे प्रार्थना करते थे। ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, നാം പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമായ നമ്മുടെ പ്രിവിലേജ് എന്താണെന്ന് നിങ്ങളെ ഇന്നത്തെ രാത്രി ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ പോകുകയാണ്. और मैं आज आपको हम जो पिता कहने का हमें जो सौभाग्य मिला है उसको मैं आपको समझाना चाहता हूँ।
പഴയ നിയമത്തിലെ ദേവാലയത്തിൽ നമുക്കറിയാം ദൈവമക്കൾക്ക് ആർക്കും തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. കാരണം അതിവിശുദ്ധ സ്ഥലത്തിന് മുന്നിലായിട്ട് ഒരു വലിയ കർട്ടൻ, ഒരു വലിയ തിരശ്ശീല ഇട്ടിരുന്നു. കാരണം പുരോഹിതന്മാർക്ക് പോലും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. വർഷത്തിൽ ഒരിക്കൽ അറ്റോൺമെന്റ് ഡേയിൽ മഹാപുരോഹിതന് മാത്രം ഒരു പ്രാവശ്യം മാത്രമേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം അന്ന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. पुराने नियम में परमेश्वर के भवन के बारे में हम जानते हैं कि कोई भी साधारण जन परमेश्वर के भवन में प्रवेश नहीं कर सकता था। वहां पर अति पवित्र स्थान के सामने एक पर्दा पड़ा रहता था और उसके अंदर महायाजक भी साल में सिर्फ एक बार प्रायश्चित के दिन जा सकता था। അത് മാത്രമല്ല, എത്രമാത്രം പ്രാർത്ഥനയോടുകൂടി വേണം അതിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിനുള്ള പ്രമാണങ്ങള് മോശ അഹരോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. और इतना ही नहीं, वहां पर हम ये देख सकते हैं कि कितनी ज्यादा प्रार्थना और तैयारी के साथ में उसको उसके अंदर जाना पड़ता था। उसके बारे में लेवी व्यवस्था 16वें अध्याय में मूसा अपने लोगों को व्यवस्था देता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം എത്രമാത്രം വ്യക്തമായും ശക്തമായുമായിട്ട് മോശയോട് പറഞ്ഞതെന്നറിയാമോ? നീ അഹരോനോട് ഇതൊക്കെയും പറഞ്ഞു പഠിപ്പിക്കണം. അതല്ല എങ്കിൽ അവൻ എന്റെ സന്നിധിയിൽ നിന്ന് എന്റെ സന്നിധിയിൽ വന്ന് മരിച്ചു പോകുവാനിടയാകും. परमेश्वर ने साफ साफ और जोर देकर मूसा से ये बात कही कि तू इन बातों को अच्छे तरीके से अब हारून को समझाना, नहीं तो मेरे सामने वो मर जाएगा। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠനായ മഹാപുരോഹിതനായാലും ശരി, ഒന്ന് ആലോചിച്ചു നോക്കിയേ. താൻ ആ ആലയത്തിലേക്ക് അല്ലെങ്കിൽ താൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകേണ്ട ദിവസത്തിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയമായിരിക്കും, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് എനിക്ക് മടങ്ങി വരാൻ കഴിയുമോ ഇല്ലയോ എന്ന്. आप सोच कर देखिए, महायाजक होने के बावजूद उस अति पवित्र स्थान के अंदर जाने से कई दिन पहले से उसके अंदर ये डर आता होगा कि मैं जब परमेश्वर की उपस्थिति में अति पवित्र स्थान में जाऊंगा तो क्या मैं जिंदा वहां से वापस लौट पाऊंगा। ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ കടന്നു പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം ഒരു പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കുടുംബത്തിലെ എല്ലാവരോടും ഒരുപക്ഷെ അദ്ദേഹം യാത്ര പറഞ്ഞേക്കാം, കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞേക്കാം. കാരണം താൻ ഒരു പക്ഷേ തന്റെ ചിന്തകളിലെങ്കിലും പാപമുണ്ടെങ്കിൽ, പ്രമാണപ്രകാരം യാഗം കഴിച്ചതിനകത്ത് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ബലഹീനതകൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അത്യുന്നതനായ ദൈവത്തിന്റെ തീഷ്ണതയുള്ള കണ്ണുകൾക്ക് മുമ്പിൽ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് അവിടുത്തെ ദൈവത്തിന്റെ ശക്തിനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഞാൻ ഭസ്മമായി പോയെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഭാരത്തോടെയും ഭയത്തോടെയും ആയിരിക്കാം ഈ ദൈവത്തിന്റെ ദാസൻ എപ്പോഴും എല്ലാ വർഷവും തന്റെ ടേൺ വരുമ്പോൾ അകത്തേക്ക് കടന്നു പോവുക. मुझे लगता है कि वो परमेश्वर का दास अति पवित्र स्थान में जाने से एक दिन पहले अपने परिवार के सब लोगों कृपया धीरज रखें। ജയ് ഭാഷജി Praise the Lord. പറഞ്ഞു, എന്തോ നെറ്റ് പ്രോബ്ലം ആണ്. പറഞ്ഞു ഭാഷജി. കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? हाँ पास्टर जस्टिन विल्सन आने तक ट्रांसलेशन करें। അപ്പോൾ ഈ ദൈവത്തിന്റെ ദാസൻ, ഈ മഹാപുരോഹിതൻ എത്ര ഭയത്തോടെയായിരിക്കും ഈ ഭൂമിയിലുള്ള തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിച്ചിരിക്കുക. സൗണ്ട് नहीं हाँ ഹലോ हाँ കേൾക്കാം കേൾക്കാമോ? ഇത്രമാത്രം വലിയവനും തീഷ്ണതയുമുള്ളവനുമായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താൻ കടന്നു ചെല്ലുന്നുവെങ്കിൽ എത്രമാത്രം താൻ തന്നെ തന്നെ ക്രമീകരിച്ച് തന്നെ തന്നെ ശുദ്ധീകരിച്ചായിരിക്കും തന്റെ ജീവിതത്തിലെ ഭൗതികമോ അല്ലെങ്കിൽ ആത്മീകമായുള്ള ജീവിതം, സ്വകാര്യമോ അല്ലെങ്കിൽ പൊതുവായുള്ള ജീവിതമോ താൻ ക്രമീകരിച്ചിരിക്കുക. इतना बड़ा एक जीवन जब हम परमेश्वर के सम्मुख में होते हैं तो हम कैसे अपने जीवन को संभालते हैं, सुधारते हैं. ओके, സോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യമായിരുന്നു പഴയ നിയമത്തിൽ. അത് പുരോഹിതനായിക്കൊള്ളട്ടെ, സാധാരണക്കാരനായിക്കൊള്ളട്ടെ, ഒരുപോലെ ദൈവസന്നിധിയെ അവരെപ്പോഴും ഭയപ്പെടുമായിരുന്നു. मेरे प्रियजनों, पुराने नियम के हालात ये थे, चाहे महायाजक हो चाहे आम इंसान हो, हर समय उनके अंदर एक डर रहता था.
ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മഹാപുരോഹിതനായ അഹരോന്റെ മക്കളായിരുന്ന നാദാബും അബീഹുവും അവർ ധൂപകലശം എടുത്തിട്ട് അവരതിനകത്ത് തീയിട്ടുകൊണ്ട്, വചനത്തിൽ പ്രത്യേകം പറയുന്നു, പ്രമാണപ്രകാരം ഉണ്ടാക്കാത്ത തീയ, പ്രമാണപ്രകാരം ഇല്ലാത്ത തീ, ഇംഗ്ലീഷിൽ അതിന് സ്ട്രെയിഞ്ച് ഫയർ എന്ന് പറയും. അങ്ങനെ അവർ ധൂപകലശം ഇട്ടിട്ട് ദൈവസന്നിധിയിൽ ധൂപം കഴിക്കുവാനായിട്ട് ചെന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ നിമിഷം അവരെ ദഹിപ്പിച്ചു കളഞ്ഞതായിട്ട് അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. लेवी व्यवस्था 10वें अध्याय में हम पढ़ते हैं, हारून याजक के पुत्र नादाब और अबीहू परमेश्वर का धूपदान लेकर परमेश्वर की उपस्थिति में जाते हैं, और वहां पे लिखा है वो उसमें ऊपरी आग लगाते हैं, और परमेश्वर की व्यवस्था से अलग, व्यवस्था जो दी गई थी उससे अलग वो जब करते हैं, ऊपरी आग जब उसमें लगाते हैं तो परमेश्वर की उपस्थिति से आग उतरती है और वो उनको भस्म कर देती है। നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കത്തില്ലേ, ദൈവം എന്തിനാണ് അവരെ കൊന്നത്, അവർക്കൊരു വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് പലപ്പോഴും നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നാം ചിന്തിച്ചു പോയേക്കാം. हम कई बार शायद अपनी मानवीय बुद्धि में हमने ये सोचा होगा कि परमेश्वर ने उनको मार क्यों डाला, परमेश्वर चाहता तो उनको एक बार चेतावनी देकर छोड़ सकता था। ദൈവസന്നിധിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ക്ഷമിച്ചുകൂടായിരുന്നുവോ? ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഒരു പഴം പറിച്ച് തിന്നു, ഒരു ചെറിയ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് എന്താണ്? മോശ ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ കനാൻ ദേശം അല്ലെങ്കിൽ വാഗ്ദത്ത ദേശം കാണാതെ തന്നെ അതിനു മുമ്പ് മരിക്കുവാൻ തക്കവണ്ണം ഇടയായി പോയത് എന്താണ്? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മളെ ഭരിച്ചേക്കാം. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് ദൈവം എത്രമാത്രം വിശുദ്ധനാണെന്നും അവിടുത്തെ ജീവിതം അവിടുന്ന് എത്രമാത്രം കർക്കശത്തിൽ ആരുடைய പ്രമാണത്തിൽ നിലനിൽക്കുന്നവനുമാണ് എന്നുള്ളതാണ്. परमेश्वर की उपस्थिति में ऐसे बहुत सारे अनुभव हो सकते हैं जिनके बारे में हमारी मानवीय बुद्धि में कई सवाल हमारे सामने आ सकते हैं। जैसे आदम और हव्वा ने एक फल ही तो खाया था, एक छोटा सा आज्ञा का उल्लंघन, उसका इतना बड़ा दंड उनको क्यों मिला? क्या परमेश्वर उनको माफ नहीं कर सकता था? मूसा, वो जब छोटी सी उल्लंघन, आज्ञा का उल्लंघन करता है, परमेश्वर उसको कनान देश में नहीं जाने देता, वो उसमें प्रवेश करने से पहले ही मर जाता है। ऐसे बहुत सारे सवाल हमारी जिंदगी में आते हैं, लेकिन इन सब ये सारी घटनाएं मुझे और आपको ये दिखाती है कि हमारा परमेश्वर इतना पवित्र परमेश्वर है। പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ സീനായി മലയിൽ ദൈവം ഇറങ്ങി വരുന്ന സമയത്ത്, യഹോവ ഇറങ്ങി വരുന്ന സമയത്ത് അതിനു മുമ്പേ മോശയോട് പറയുന്നുണ്ട്, പർവ്വതത്തിന്റെ അടിവാരത്തിലെങ്ങും ഒരു മനുഷ്യൻ വരുവാൻ തക്കവണ്ണം ഇടയാകരുത്, കന്നുകാലികൾ പോലും പർവ്വതത്തിന്റെ അടിവാരത്തിലേക്ക് വരരുത്, കാരണം അവര് മരിച്ചു പോകും, അല്ലെങ്കിൽ അവര് ദഹിപ്പിക്കപ്പെടും. അതുകൊണ്ട് അത്രമാത്രം പരിശുദ്ധിയിൽ നിൽക്കുന്നവനായ ദൈവമാണ് സാക്ഷാൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. निर्गमन की पुस्तक में परमेश्वर जब सीनाई पर्वत पर उतर कर आता है तो उससे पहले वो मूसा से कहता है कि लोगों को पहाड़ की तलहटी से दूर रखना, कोई भी उसके पास ना आने पाए, यहाँ तक कि कोई जानवर भी ना उसके पास आने पाए, नहीं तो वो भस्म हो जाएंगे, क्योंकि हमारा परमेश्वर इतना अति पवित्रता में वास करने वाला परमेश्वर है। കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനാണ് നമ്മൾ ഒന്നിച്ച് സഭയിലേക്ക് കൂടി വരുന്നത്. ഈ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമാണ് നമ്മൾ ഭവനങ്ങളിൽ കൂട്ടായ്മയായി കൂടി വരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പഴയ നിയമത്തിന്റെ അനുഭവത്തിലാണ് ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നതെങ്കിൽ നമ്മളിൽ എത്ര പേരിന്ന് ജീവനോടെ ഉണ്ടാവും? मेरे प्रिय भाइयों, उसी सर्वोच्च सर्वशक्तिमान परमेश्वर की आराधना करने के लिए आज हम कलीसिया में इकट्ठे होते हैं। उसी सर्वोच्च परमेश्वर की आराधना के लिए हम अपने अपने घरों में संगति करते हैं। लेकिन क्या एक बार भी आपने ये सोचा है कि अगर पुराने नियम जैसे हालात होते तो हम में से कितने लोग जिंदा वापस घर पहुंचते? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ചിന്തകളിൽ പാപമാണ്. നാം എത്ര ലാഘവത്തോടെയാണ്, എന്തെല്ലാം ചെയ്തിട്ടാണ്, ഏതെല്ലാം കണ്ടിട്ടാണ്, എന്തെല്ലാം പറഞ്ഞിട്ടാണ്, ആരുടെയൊക്കെ എന്തെല്ലാം അപഹരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊക്കെ ക്രമീകരണങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് എത്ര ലാഘവത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നാം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നത്, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങുന്നത്. आप सोच कर देखिए, हमारी सोच के अंदर पाप है। पता नहीं क्या कुछ देखकर, क्या कुछ सुनकर, क्या कुछ बोलकर, और परमेश्वर की उपस्थिति में इन सारी चीज को बहुत हल्के में लेकर हम सीधे परमेश्वर की उपस्थिति में आते हैं, ताली बजाने, गीत गाने, परमेश्वर की आराधना करने लग जाते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നാം മരിക്കാത്തതെന്ന് അറിയാമോ?
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ തീ ഇറങ്ങി വരാത്തതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ദൈവം നമ്മെ നശിപ്പിക്കാതിരിക്കുന്നത്, ദഹിപ്പിക്കാതിരിക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഒരു ശ്രേഷ്ഠമേറിയ മർമ്മമുണ്ട്. നമുക്കും ദൈവത്തിനും മധ്യത്തിൽ മധ്യസ്ഥനായി യേശു ക്രിസ്തു എന്ന ഒരുവൻ നമ്മളെ താങ്ങിക്കൊണ്ട്, നമുക്ക് കവറായി നിന്നുകൊണ്ട് അവിടുത്തെ ചിറകടിയിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ മറയ്ക്കുന്നത് കൊണ്ടാണ്. मेरे भाइयों, आपको पता है हम मर क्यों नहीं जा रहे हैं, हम भस्म क्यों नहीं होते हैं, परमेश्वर की आग उतरकर हमें नाश या बर्बाद क्यों नहीं करती है? उसके पीछे एक रहस्य है, और वो ये कि परमेश्वर और हमारे बीच में हमारा एक बिचवई है, प्रभु यीशु मसीह, जो हमें ढांप कर रखता है, जो हमें बचा कर रखता है, अपने पंखों के तले परमेश्वर के कोप से हमें सुरक्षित रखता है। നമ്മുടെ ജീവിതത്തിന്റെ കുറവുകള് സ്വർഗത്തിലെ ദൈവം കാണാതെ വണ്ണം പരിശുദ്ധ രക്തം കൊണ്ട് മറച്ച് നാം കർത്താവിനോട് നിലവിളിക്കുമ്പോൾ, യേശുവിനോട് നിലവിളിക്കുമ്പോൾ തന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ എപ്പോഴും മധ്യസ്ഥത അണച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആലലി ഇത്രമാത്രം പാപങ്ങൾ നാം ചെയ്തിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഛേദിക്കപ്പെട്ടു പോകാതിരിക്കുന്നത്. वो हमें अपने लहू से ढांप कर हमारे पापों को पिता परमेश्वर की नजरों से बचाता है। जब हम यीशु को पुकारते हैं, जब हम यीशु के सामने रोते गिड़गिड़ाते हैं, अंगीकार करते हुए पापों की क्षमा जब हम मांगते हैं, तो वो अपने लहू से धोकर हमें शुद्ध करता है और उस पिता परमेश्वर के सामने हमारे लिए बिचवई करता है। इसीलिए इतने सारे पाप करने के बावजूद भी हम आज भी जिंदा हैं। എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4:16, അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. इब्रानियों 4:16 में लिखा, इसलिए आओ हम अनुग्रह के सिंहासन के निकट हियाव बांधकर चलें कि हम पर दया हो और वह अनुग्रह पाएं जो आवश्यकता के समय हमारी सहायता करे। പഴയ നിയമത്തിൽ ഈ കൃപാസനം എവിടെയായിരുന്നു എന്നറിയാമോ? പഴയ നിയമത്തിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് കെരൂബുകളെ കൊണ്ട് മൂടി അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും ചെല്ലുവാൻ കഴിയാത്തവണ്ണം തിരശീല കൊണ്ട് മറച്ച് പവിത്രമായി പരിശുദ്ധമായി വെച്ചിരിക്കുന്ന കൃപാസനത്തിന്റെ അടുക്കലേക്കാണ് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവിലൂടെ വഴിയൊരുക്കിയിരിക്കുന്നത്. पुराने नियम में ये अनुग्रह का सिंहासन आपको पता है कहाँ था? ये करूबों के पंखों के नीचे अति पवित्र स्थान के अंदर पर्दे के पीछे था, जहां पर कोई घुस नहीं सकता था। उस अति पवित्र स्थान में आज प्रभु यीशु मसीह के द्वारा पवित्र आत्मा ने हियाव के साथ उस अनुग्रह के सिंहासन के पास जाने का मौका हमें दिया है। കാരണം എന്തെന്നറിയാമോ? പഴയ നിയമത്തിൽ അവൻ സകലത്തിന്റെയും ദൈവമായിരുന്നു. ഇന്ന് അവൻ സകലത്തിന്റെയും ദൈവമാണെങ്കിൽ നിന്നോടും എന്നോടും ഒരു പ്രത്യേക ഉടമ്പടി ക്രിസ്തുവിലൂടെ ചെയ്തിരിക്കുന്നു. അവൻ നമുക്ക് പിതാവായി മാറിയത് കൊണ്ട് ആ പിതാവിന്റെ സന്നിധിയിൽ ഒരു മകനും ഒരു മകൾക്കും എപ്പോഴും കരുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. और इसका कारण ये है कि पुराने नियम में वो सबका परमेश्वर था, नए नियम में भी वो सबका परमेश्वर है, लेकिन यीशु मसीह के माध्यम से उसने मेरे और आपके साथ में एक वाचा बांधी और उस वाचा के द्वारा वो हमारा पिता बन गया। इसलिए पिता की संतानों को हर समय अनुग्रह और दया मिलती रहती है। ഇന്നത്തെ രാത്രികാലം ഈ വലിയ രഹസ്യം നമ്മൾ പഠിക്കാൻ പോകുകയാണ്. അത്യുന്നതനായ സർവശക്തനായ ദൈവം എന്റെ പിതാവാണ്. और आज शाम को इसी रहस्य को हम सीख रहे हैं कि वो सर्वशक्तिमान परम प्रधान परमेश्वर मेरा पिता है। ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് അത്യുന്നതനായ ദൈവത്തെ പിതാവ് എന്ന് ഉപമിച്ചുകൊണ്ട് നല്ലൊരു ഉപമ കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. लूका 15वें अध्याय में सर्वोच्च परमेश्वर को एक पिता के रूप में दिखाते हुए यीशु के एक अच्छे दृष्टांत को हम देख सकते हैं। സ്വന്തം ഭവനത്തിൽ നിന്ന് പിതാവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോയ തനിക്കുള്ളതൊക്കെയും ഹല്ലേലൂയ എല്ലാം വേസ്റ്റ് ചെയ്ത് ജീവിതം തകർത്ത് കളഞ്ഞ അനുസരണയില്ലാത്ത മുടിയനായ ഒരു മകൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഭവനത്തിൽ നിന്ന് അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഓടിച്ചെല്ലുന്ന ഒരു പിതാവായിട്ട് അത്യുന്നതനായ ദൈവത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. अपने घर को छोड़कर, अपने पिता को छोड़कर, जो कुछ संपत्ति उसके पास में थी उसको उड़ाकर, एक उड़ाऊ पुत्र, एक अनाज्ञाकारी पुत्र जो सब कुछ कुकर्म में उड़ा देता है, वो जब मन फिराकर वापस लौटता है तो वहां पर उसके लिए बाहें फैलाकर दौड़ने वाले एक पिता के रूप में यीशु सर्वोच्च परमेश्वर को दिखाता है।
അത് മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മേരി മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നുണ്ട്, നീ ചെന്ന് ഹല്ലേലൂയ എന്റെ സഹോദരന്മാരോട്, അല്ലെങ്കിൽ ശിഷ്യരായിരിക്കുന്ന അപ്പോസ്തലരായിരിക്കുന്ന എന്റെ സഹോദരന്മാരോട് ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാവും എന്റെ പിതാവുമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നുവെന്ന്. और इतना ही नहीं, जी उठने के बाद यीशु मरियम मगदलिनी से कहता है, मेरे भाइयों से जाकर कहे कि मैं तुम्हारे पिता और मेरे पिता के पास वापस जा रहा हूं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ വചനത്തിൽ പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, we have a loving father in heaven. मेरे प्रिय भाइयों, जब यहाँ पे ये बताया गया कि जब हम ये प्रार्थना करते हैं, हे हमारे पिता तू जो स्वर्ग में है, तो एक बात हमें समझनी है कि स्वर्ग में हमारा एक पिता है। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ശ്രേഷ്ഠതയോടെ നമ്മുടെ ഭൂമിയിലെ ഭൗതിക ആവശ്യങ്ങളെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. मत्ती 6 के 26 से आगे के वचनों को देखते समय हम समझ सकते हैं कि इस धरती की हमारी जरूरतों को कितने खूबसूरत तरीके से पूरा करने वाला हमारा एक प्रेमी पिता स्वर्ग में है। അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ 31, 32 വാക്യങ്ങളിൽ, മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 31 and 32, അവിടെ പറയുന്നു, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. मत्ती 6 का 31 और 32, इसलिए तुम चिंता करके यह न कहना कि हम क्या खाएंगे या क्या पिएंगे या क्या पहनेंगे, क्योंकि अन्य जातीय इन सब वस्तुओं की खोज में रहते हैं, पर तुम्हारा स्वर्गीय पिता जानता है कि तुम्हें इन सब वस्तुओं की आवश्यकता है। ഞാനിവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് പലർക്കും മക്കളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കാതെ നമ്മൾ ആഹാരം കഴിക്കുമോ? അവരെ ഉടുപ്പിക്കാതെ നമ്മൾ ഉടുക്കുമോ? അതോ അവരുടെ കഷ്ടങ്ങളോ അവരുടെ പ്രയാസങ്ങളോ നോക്കാതെ നാം നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കുമോ? ഒരിക്കലും ഒരു സെൻസിബിൾ ഫാദർ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഒരു സെൻസിബിൾ ഫാദർ ജീവിക്കുന്നത് തന്റെ മക്കൾക്ക് വേണ്ടിയാണ്. यहाँ पर जितने भी पिता लोग बैठे हैं, उनसे मैं पूछना चाहता हूँ, हमारे बच्चे हैं, क्या उनको खिलाए बिना हम खाना खा सकते हैं? क्या उनको कपड़े पहनाए बिना हम कपड़े पहन सकते हैं? क्या उनकी जरूरतों को पूरा किए बिना हम सिर्फ खुद पर ध्यान दे सकते हैं? नहीं, एक भी संवेदनशील पिता ऐसा नहीं कर सकता है, क्योंकि हमारी जिंदगी ही हम अपने बच्चों के लिए जीते हैं। മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. मत्ती 7 के 11 में लिखा है, जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो, तो तुम्हारा स्वर्गीय पिता अपने मांगने वालों को अच्छी वस्तुएं क्यों न देगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭയം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, ആകാശത്തിന്റെ കീഴിൽ എത്ര വലുതോ ചെറുതോ ആയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, നിന്നെ സമ്മർദ്ദത്തിലാക്കുന്നത്, വിശ്വാസത്തോടെ ഈ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആരിലെ മുഴങ്കൽ മടക്കിക്കൊണ്ട്, അപ്പച്ചാ, സ്വർഗത്തിലെ എന്റെ പിതാവേ, ഞാൻ സകലത്തിനും കഴിവുള്ളവനും സകലത്തെയും ഭരിക്കുന്നവനും സകലത്തെയും ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കഴിവുള്ള അത്യുന്നതനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ എന്റെ വിഷയവുമായി വരുന്നു എന്ന് വിശ്വാസത്തോടെ കടന്നു വരുവാൻ കഴിയുമെങ്കിൽ ആ വിഷയത്തിന് മറുപടി ലഭിച്ച് നമുക്ക് മടങ്ങി പോകുവാനായിട്ട് കഴിയും. मेरे भाइयों, आपके हालात चाहे कैसे भी हो, आपकी समस्याएं चाहे कितनी भी बड़ी हो, आपकी चिंताएं चाहे जो भी हो, आपका डर चाहे जो भी हो, चाहे स्वर्ग के नीचे पृथ्वी के ऊपर कितनी भी बड़ी समस्याएं आपकी क्यों ना हो, लेकिन अगर आप उस सर्वोच्च परमेश्वर के सामने इस विश्वास के साथ में आते हैं कि हे परमेश्वर, तू जो सब कुछ को एक पल में बना भी सकता है और एक पल में नाश भी कर सकता है, तू जो सब कुछ को चलाने वाला स्थिर रखने वाला परमेश्वर है, मैं अपनी समस्या के साथ तेरे साथ में आता हूं, तेरे सामने आता हूं। और अगर इस विश्वास के साथ उस स्वर्गीय पिता के सामने हम आकर अपनी समस्या उसके सामने रखते हैं, तो उसका एक समाधान हमें पक्का मिलेगा। ഇങ്ങനെ വിശ്വസിക്കുന്നവർ എത്ര പേര് നമ്മുടെ മധ്യത്തിലുണ്ട്? ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ വിശ്വാസത്തിന്റെ വാക്കുകളിൽ? ഹല്ലേലൂയ! ഒരപ്പന്റെ അടുക്കിലേക്ക് മകൻ അല്ലെങ്കിൽ മകൾ കടന്നു വന്ന്
ധൈര്യത്തോടെ മുമ്പേ വായിച്ചല്ലോ ആ എബ്രായ ലേഖനം 4:16 തക്ക സമയത്ത് കരുണ ലഭിക്കുവാൻ തക്കവണ്ണം ആ ഉറപ്പോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വെറും കൈയായി മടങ്ങിപ്പോകത്തില്ല. കാരണം നിന്റെ വിശ്വാസത്തെ മാനിക്കുന്നവനാണ് വാക്കു പറഞ്ഞ ദൈവം. ऐसा विश्वास रखने वाले कितने लोग हमारे बीच में? क्या हमने कभी इस विश्वास के साथ उस परमेश्वर के सामने प्रार्थना की है, जैसे इब्रानियों 4:16 में हमने पढ़ा कि सही समय पर, जरूरत के समय हमारे काम आए, उसके लिए, यानी जब हम विश्वास के साथ परमेश्वर की, पिता की उपस्थिति में जब हम आते हैं तो हमें वो करुणा देता है, हम पर दया करता है। ഒരുപക്ഷെ നിങ്ങളിൽ പലരും കരുതിയേക്കാം, എന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ട്, ഞാൻ എന്റെ ദൈവത്തെ ഒത്തിരി വേദനിപ്പിച്ചതാണ്, ആരുളിയ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് എങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് കഴിയും? शायद आप में से कईयों को ये लगता होगा कि मेरी जिंदगी में बहुत सारी कमियां हैं, मैंने बहुत सारे पाप किए, बहुत बार मैं परमेश्वर से दूर चला गया हूं, तो इन सब के बाद फिर मैं परमेश्वर की उपस्थिति में आकर उसको पिता कैसे कह सकता हूं? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, സർവശക്തനായ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഉപമയ്ക്കകത്ത് പറയുന്നുണ്ട്, എല്ലാം നശിപ്പിച്ചു കളഞ്ഞ പിതാവിനെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയി അനേക നാളുകൾ ആളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ലക്ഷതകളിലും നടന്ന ഇളയ മകൻ മടങ്ങി വന്ന അപ്പനോട്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ അപ്പൻ ക്ഷമിച്ചില്ലയോ? അതോ അപ്പൻ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മോതിരം അവന്റെ മേലിട്ട് അവന്റെ കാലിന് ചെരുപ്പിട്ട് കൊടുത്തിട്ട് അവനെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ? അവിടെ लूका 15वें अध्याय में हमारा सर्वोच्च परमेश्वर प्रभु यीशु मसीह जो उदाहरण, जो दृष्टांत बताता है, उसमें वो उड़ाऊ पुत्र जिसने पिता को चोट पहुंचाई, उसको दर्द दिया, सब कुछ अपना ले जाकर पहले उससे दूर चला गया, सब कुछ उड़ाकर हर तरह की गंदगी में, इस दुनिया के हर तरह के पाप में उसने जिंदगी बिताई, सब कुछ उड़ाकर जब वो वापस आया तो क्या उस प्रेमी पिता ने उसको माफ नहीं किया? उसने उसकी अंगुली में अंगूठी पहनाई, पांवों में जूतियां पहनाई, अच्छे वस्त्र पहना के क्या वो उसको अपने घर में अपने साथ वापस लेकर नहीं गया? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, എത്ര ആഴത്തിൽ നീ വീണവനായിക്കൊള്ളട്ടെ, എത്ര ആഴത്തിൽ നീ വീണവളായിക്കൊള്ളട്ടെ, ഇന്നത്തെ രാത്രി സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി അവിടുത്തെ സന്നിധിയിലേക്ക് വന്നാൽ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതം എത്ര ഭയാനകമോ ശോചനീയവുമായിക്കൊള്ളട്ടെ, അവൻ നിന്റെ കൈകൾക്ക് മോതിരമിട്ട് നിന്റെ വസ്ത്രത്തെ മാറ്റി നല്ല വസ്ത്രം നിന്നെ ധരിപ്പിച്ച് നിന്റെ കാലുകൾക്ക് ചെരുപ്പിട്ട് അധികാരമുള്ള ഒരു ദൈവ പൈതലായി തന്റെ ഭവനത്തിലേക്ക് അവൻ നിന്നെ തിരിച്ചു കയറ്റി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. मेरे भाई मेरी बहन, आपके हालात चाहे कैसे भी हो, आप चाहे कितनी भी गहराई में क्यों ना गिरे हो, चाहे कितने भी आपकी सोच, आपके हालात दयनीय क्यों ना हो, लेकिन अगर आप मन फिराव के साथ में ये सोचते हुए उस परमेश्वर की उपस्थिति में आएंगे कि वो मेरा पिता है, मन फिराव के साथ में वापस अगर आप उसकी उपस्थिति में आएंगे, तो चाहे कितने भी बड़े पाप में आप गिर क्यों ना गए हो, कितने भी बड़ी गंदगी में चाहे आप क्यों ना गिर गए हो, वो आपके हाथों में अंगुली में अंगूठी पहनाएगा, आपके पाँवों में वो जूतियां पहनाएगा, आपको एक अच्छा वस्त्र पहनाकर वो एक अधिकार पाए हुए परमेश्वर की संतान के रूप में अपने घर में वो आपको बसाएगा। ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സഹോദരങ്ങൾ ചിന്തിച്ചേക്കാം, പിന്നെയും ഞാൻ പാപം ചെയ്താൽ എന്ത് പറ്റും എന്ന് ചിന്തിച്ചേക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ആ സഹോദരൻ, ആ മകൻ ഇനി ഒരിക്കലെങ്കിലും പന്നിയുടെ കൂട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് സ്വാഭാവികമായി ചിന്തിക്കുമോ? शायद ये सुनते समय कईयों के मन में ये विचार आ सकता है कि अगर मैंने दोबारा फिर से पाप किया तो क्या होगा? तो मेरा सवाल ये है कि वो भाई, वो उड़ाऊ पुत्र जो वापस अपने पिता के घर में पहुंच गया था, क्या वो दोबारा उन सुअरों के झुंड में जाने के बारे में एक बार भी सोचेगा? പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ പാപത്തിൽ വീഴുന്നത് പാപത്തെ ആഗ്രഹിച്ചിട്ടല്ല, അറിയാതെ വീണു പോകുന്നതാണ്. പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ വീണു പോകുന്നതാണ്, പ്രഷറിന്റെ മധ്യത്തിൽ വീണു പോകുന്നതാണ്. അവൻ പാപം ആഗ്രഹിച്ചു പോകുന്നതല്ല, അവൾ പാപം ആഗ്രഹിച്ചു പോകുന്നതല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? ആ വീഴുന്ന നിമിഷത്തില് പാപം ചെയ്തു എന്ന് ബോധ്യമാകുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രേരണ തരുമ്പോൾ, ഈ പിതാവിലേക്ക് നോക്കിക്കൊണ്ട്, അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമേ, യേശു അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ വീണ്ടും കഴുകണമേ, ഇനിയും ഞാൻ പാപത്തിലേക്ക് വീഴാതിരിക്കുവാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. मेरे प्रिय भाई और बहनों, कोई भी पुरुष हो या स्त्री हो, वो पाप की इच्छा करके लालसा में उसके पीछे जाकर पाप नहीं करता है, वो दबाव में आकर गिर जाते हैं। वो
इस तरह से, इस कारण से गिरते हैं क्योंकि परीक्षाओं में आकर वो गिर जाते हैं, प्रलोभनों में फंसकर वो गिर जाते हैं। कोई भी इच्छा के कारण जाकर पाप नहीं करता है, लेकिन जब ऐसा होता है, पाप में जब गिरता है, तो और जब हम ये प्रार्थना करते हैं कि प्रभु यीशु मुझे माफ कर, मुझे अपने लहू से धोकर शुद्ध कर, जब इस अंगीकार के साथ में हम उसकी उपस्थिति में आते हैं, वो परमेश्वर हमें फिर से वापस लेकर आता है। 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് ബലം നൽകുന്ന വചനം കർത്താവിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ല വിധേയരെങ്കിലും പാപം ചെയ്തുവെങ്കിൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടിയുണ്ട്. 1 यूहन्ना 1 और 2 में पवित्र आत्मा ने बहुत अच्छी तरह से वो वचन हमारे लिए लिखा है कि अगर तुम में से कोई पाप करता है तो हमारा एक महायाजक है, पिता के पास में हमारा एक सहायक है, जिसके पुत्र यीशु मसीह का लहू हमें सारे पापों से धोकर शुद्ध करता है। दूसरे अध्याय में वो कहता है कि बच्चों, अगर तुम में से कोई बालकों, अगर तुम में से कोई पाप करता है तो पिता के पास हमारा एक मध्यस्थ है, बिचवई है। അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, നമ്മളിൽ ആരെങ്കിലും പാപത്തിന് അടിമപ്പെടുന്നവരാണെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ പാപത്തെ വെറുക്കുവാനുള്ള കൃപ തരണമേ, മ്ലേച്ഛതകളെ വെറുക്കുവാനുള്ള കൃപ തരണമേ, ജഡത്തിന്റെ മോഹങ്ങളെ വെറുക്കുവാനുള്ള കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. इसलिए अगर आज कोई पाप के दासत्व में, गुलामी में फंसा हुआ, तो हमें करना ये है कि हम प्रभु से ये प्रार्थना करेंगे, प्रभु पाप से नफरत करने का एक अनुग्रह मुझे दे, गंदगी से नफरत करने का एक अनुग्रह मुझे दे, बुराई से नफरत करने का एक अनुग्रह मुझे दे। ഇതിന്റെ മധ്യത്തില് കഴിഞ്ഞകാല ജീവിതത്തിൽ മദ്യപിക്കുന്നവരുണ്ടായിരുന്നു, തമ്പാക്കു കഴിക്കുന്നവരുണ്ടായിരുന്നു, പുകവലിക്കുന്നവരുണ്ടായിരുന്നു, മറ്റു മ്ലേച്ഛമായ വഴികളിൽ വേശ്യാലയങ്ങളിൽ പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. എന്നാൽ കർത്താവിനെ അറിഞ്ഞ നാളുകളിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചില്ലേ? എന്തുകൊണ്ട്? അത് ദൈവസന്നിധിയിൽ കൊള്ളരുതാത്തതാണെന്ന് തോന്നിയപ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ഇച്ഛ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെയും മോചനം പ്രാപിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഏതൊക്കെ പാപത്തിന്റെ സ്വഭാവത്തിലാണ് നാം വീണിരിക്കുന്നതെങ്കിൽ അതിനെ വെറുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, അതിനോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്നോരോന്നായി ദൈവം അതിൽ നമ്മെ വിടുവിക്കും. हो सकता है आप में से कुछ लोग अतीत में अपनी पुरानी जिंदगी में शराब पीने वाले होंगे, धूम्रपान करने वाले होंगे, नशा करने वाले होंगे, गंदी आदतों में फंसे हुए होंगे, वेश्यालयों में जाने वाले लोग होंगे। लेकिन जब परमेश्वर के सामने आपको अपनी गलती का एहसास हुआ, पाप का बोध हुआ, और आपने परमेश्वर से जब प्रार्थना की, तो क्या परमेश्वर ने आपके अंदर से उन इच्छाओं को दूर नहीं किया? क्या एक बदलाव परमेश्वर ने आपको नहीं दिया? अगर ऐसा है, और अब आप अगर किसी पाप में फंसे हुए हैं, उसमें से अगर आप निकलना चाहते हैं, अगर आप परमेश्वर से प्रार्थना करेंगे और परमेश्वर से ये दुआ करेंगे, प्रभु उससे नफरत करने का एक मुझे अनुग्रह दे, पाप से नफरत करने का, उससे बचकर रहने का एक अनुग्रह मुझे दे। അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ പാപത്തിൽ വീഴാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. अगर ऐसी इच्छा आप करेंगे तो हो सकता है कुछ हफ्तों के बाद, कुछ महीनों या कुछ सालों के बाद में आप एक ऐसे व्यक्ति बन जाएंगे जो पाप से नफरत करने लगेगा। ഒരുപക്ഷെ ചിലർ ഇതിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ദൈവവേല ചെയ്യുന്ന വ്യക്തിയല്ല ഞാന് ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് ചില നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ, എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുമോ എന്ന്. हो सकता है यहाँ आपके बीच में बैठकर कोई सोच रहा होगा कि मुझे तो प्रार्थना करना आता ही नहीं है, मैं सेवकाई करने वाला व्यक्ति नहीं हूँ, मैं तो अभी नया नया प्रभु में आया हूँ, क्या स्वर्ग का परमेश्वर पिता मेरी प्रार्थना को सुनेगा? ഞാനിവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെ, നിങ്ങളോട് ചിലരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് കരുതിക്കേ, ഒരാൾക്ക് 20 വയസ്സുണ്ട്, മറ്റേ ആളിന് 4 വയസ്സേ ഉള്ളൂ. 20 വയസ്സുള്ള ആളിനെയാണോ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത്, അതോ 4 വയസ്സുള്ള കുഞ്ഞിനെയാണോ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത്? यहाँ बैठे पिताओं से मैं एक सवाल करना चाहता हूँ। मान लो आपके 2 बच्चे हैं, एक 20 साल का और दूसरा 4 साल का, तो आप किससे ज्यादा प्रेम करेंगे? 20 साल वाले से ज्यादा करेंगे या 4 साल वाले से ज्यादा प्रेम करेंगे? അത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. നീ ഇന്നലെയാണ് ദൈവത്തെ അറിഞ്ഞതെങ്കിൽ, ഹല്ലേലൂയ, നീ ആദ്യത്തെ സ്റ്റേജുകളിലേക്ക് വരുന്നതേ ഉള്ളൂ എങ്കിൽ, അടുത്ത നാളുകളിലാണ് കർത്താവ് നിന്നെ നീ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിരുന്നെങ്കിൽ, നീ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ദൈവം നിന്നെ കരുതും. നിന്റെ വീഴ്ചകളെ അവൻ ക്ഷമിക്കും. നിന്നെ കരുതി നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് കാത്തിരുന്ന് നിന്നെ വളരുവാനുള്ള കൃപ തന്ന് അവൻ നിന്നെ വളർത്തും.
हमारा स्वर्ग का पिता भी ऐसा ही करता है। अगर आप कल ही प्रभु में आए हैं, अगर हाल ही में आपने प्रभु को जाना है, तो प्रभु आपके साथ में बिल्कुल उसी तरह का बर्ताव करता है। वो आपकी गलतियों को माफ करता है, वो आपके गिरने को माफ करता है, वो आपको बढ़ने का समय देता है। അതുകൊണ്ട് ഈ 18 വയസ്സുള്ള അല്ലെ 20 വയസ്സുള്ള കുഞ്ഞിനേക്കാൾ അധികം 4 വയസ്സുള്ള നിങ്ങൾക്ക് കൂടുതൽ ഹാലലുയ ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പന്റെ മടിയിലേക്ക് കയറിയിരിക്കുവാൻ, കർത്താവിനെ ചുംബിക്കുവാൻ, അപ്പച്ചാ അങ്ങേ അറിയുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ, എനിക്ക് പെട്ടെന്ന് വളർന്ന് എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. इसलिए आप 18 साल के या 20 साल के बच्चे से कहीं ज्यादा 4 साल के बच्चे के रूप में पिता के पास में आपको आजादी है। आप पिता की गोद में बैठ सकते हैं, उसको चूम सकते हैं, उससे ये कह सकते हैं कि पिता, आपको जानने का आपने जो सौभाग्य दिया, इसलिए मैं जल्दी ही आपकी उपस्थिति में बढ़कर आपकी इच्छा के अनुसार एक व्यक्ति बनना चाहता हूं। ऐसी प्रार्थना आप उससे कर सकते हैं। നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വിഷയത്തിൽ നമുക്ക് സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. हम इस समय ये सुन रहे हैं जो ईश्वर ने सिखाया कि हे हमारे पिता तू जो स्वर्ग में है, उसमें हमें ये जानना है कि स्वर्ग में हमसे प्रेम करने वाला हमारा एक पिता है। സ്വർഗസ്ഥനായ പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. स्वर्गीय पिता ने जैसे ईश्वर से प्रेम किया, वैसे ही हम में से हर एक से वो प्रेम करता है। യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ. और यूहन्ना 17 के 21 में 23 में आप देख सकते हैं, वहां पे कहता है कि जैसे तूने मुझसे प्रेम किया, वैसे ही वे भी आपस में प्रेम करें, उनके द्वारा लोग मुझे जाने। എബ്രായ ലേഖനം 8:11 ഹീബ്രൂസ് ചാപ്റ്റർ 8:11 അവിടെ പറയുന്നു, all shall know me as father from the least to the greatest. और इब्रानियों 8 के 11 में लिखा है कि छोटे से बड़े सब लोग पिता के रूप में मुझे जान लेंगे। അത് മാത്രമല്ല, കർത്താവിന്റെ വചനത്തിൽ സങ്കീർത്തനങ്ങൾ 84:11 എഴുതിയിരിക്കുന്നു, നോ ഗുഡ് തിങ് ഡസ് ഹി വിത്ത്ഹോൾഡ് ഫ്രം ദോസ് ഹു വാക്ക് അപ്രൈറ്റ്ലി. നീതിയോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. भजन संहिता 84 के 11 में हम देख सकते हैं, वहां पर लिखा है कि जो खरी चाल चलते हैं उनसे वह कोई अच्छी वस्तु नहीं रख छोड़ता है। സങ്കീർത്തനങ്ങൾ 37:4 37:4 പറയുന്നു, ഡിലൈറ്റ് യുവർസെൽഫ് ഇൻ ദി ലോർഡ്, ഹി വിൽ ഗിവ് യു ദി ഡിസൈർസ് ഓഫ് യുവർ ഹാർട്ട്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. भजन संहिता 37 के 4 में हम देख सकते हैं, वहां लिखा है, यहोवा को अपने सुख का मूल जान और वह तेरी इच्छाओं या मनोरथों को पूरा करेगा। അടുത്ത 2 മിനിറ്റിനുള്ളിൽ ഞാൻ ദൈവവചന ശുശ്രൂഷ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अगले 2 वचन में मैं अपने सेवकाई को रोकना चाहता हूँ। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി നമ്മൾ കേട്ടത് നോയിങ് ഗോഡ് ആസ് എ ലവിങ് ഫാദർ. मेरे प्रिय भाइयों, आज हमने इस बात को सीखा है कि हम परमेश्वर को एक प्रेमी पिता के रूप में जाने। ഇന്നത്തെ രാത്രികാലം ശ്രേഷ്ഠമേറിയ സത്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതട്ടെ. आज उस श्रेष्ठ सच्चाई को पवित्र आत्मा हमारे दिलों पर लिखने पाए। ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതുമായി കൊള്ളട്ടെ, എന്നെ സ്നേഹിക്കുന്ന ഒരു വലിയവനായ പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് തിരിച്ചറിയുക. जिंदगी के हालात चाहे जैसे भी हों, लेकिन इस बात को पहचाने कि आपसे प्रेम करने वाला स्वर्ग में आपका एक प्रेमी पिता है। ലോകത്തിലുള്ള സകലരും നിന്നെ കൈവിട്ടാലും, കൂട്ടുകാരൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാലും, ജോലി സ്ഥലത്ത് നീ ഒറ്റപ്പെട്ടാലും, ദേശത്ത് നീ ഒറ്റപ്പെട്ടാലും, നീ അറിയുക, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന, നിനക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ വലിയവനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെ ദൈവം നിന്റെ പിതാവാണെന്ന്. चाहे दुनिया के सारे लोग आपको छोड़ दें, चाहे दोस्त आपको त्याग दें, चाहे परिवार के लोग आपको ठुकरा दें, चाहे आपके गांव में आप अकेले पड़ जाएं, लेकिन आपको इस बात को समझना है, आपसे प्रेम रखने वाला, आपकी देखभाल करने वाला, आपके लिए अपनी जान तक दे देने वाला स्वर्ग में आपका एक प्रेमी पिता है। നാളത്തെ ദിവസത്തെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് നീ എന്തൊക്കെ ഭയപ്പെട്ടാലും ശരി, ഇന്നത്തെ രാത്രി കർത്താവിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെട്ടതൊന്നും നിന്നെ ഭവിക്കാതെ, നീ ചിന്തിച്ചതിനേക്കാളൊക്കെ അപ്പുറമായി ശ്രേഷ്ഠമായ വഴികളിൽ നിന്റെ പിതാവ് നിന്നെ നടത്തും. कल के दिन के बारे में, अपने भविष्य के बारे में, जैसा भी डर आपके मन के अंदर है, वो चाहे जैसा भी हो, आपके उस डर के अनुसार नहीं, बल्कि आपकी सोच के भी परे
अगर आप पिता की उपस्थिति में आएंगे तो आपकी सोच के, आपकी कल्पना के परे वो आपको आशीष देने वाला परमेश्वर है। നാം പഠിച്ചത് സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. എന്നാൽ കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കുന്നത് എ ഹോളി ഗോഡ്, പരിശുദ്ധനായ ഒരു പിതാവ്, അതുപോലെ തന്നെ എ സോവറിൻ റൂളർ, സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു ദൈവം. പിന്നീട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പെർഫെക്റ്റ് സെക്യൂരിറ്റി ഇൻ ഗോഡ്. एक प्रेम करने वाले पिता के बारे में आज हमने सीखा। अगर प्रभु के आगमन में देरी हो तो उसके बाद वाले दिनों में हम ये देखेंगे कि वो कैसे पवित्र परमेश्वर है, वो सर्वोच्च शासक है और वो एक सिद्ध परमेश्वर है। പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. और प्रभु उसमें हमारी मदद करे। हम प्रार्थना के साथ अगली क्लास में फिर से मिलेंगे। നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വണക്കാം. अपने सिरों को प्रभु के सामने हम झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ രാത്രി തന്നെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. അടിയങ്ങൾക്ക് രണ്ടുപേർക്കും ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിനും അടിയങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. पिता परमेश्वर, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए। आज प्रभु यीशु मसीह के नाम में परमेश्वर आपकी उपस्थिति में आने का और ये सुनने का आपने हमें सौभाग्य दिया प्रभु कि हमारा एक प्रेमी पिता है जो स्वर्ग में है। प्रभु हम धन्यवाद करते हैं, आपने हम दोनों को इस्तेमाल किया, हमसे बातचीत की, अपने लोगों से आपने बातचीत की। सुनने वाले वचन सबकी जिंदगी में एक बड़ी आशीष का कारण बनने पाए। അവിടുന്ന് കരനീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങളെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. अपना हाथ बढ़ाकर हमें से हर एक को छूने के लिए धन्यवाद प्रभु। आपके पवित्र नाम को महिमा मिले, आपके प्रभु पुत्र यीशु मसीह के नाम को महिमा मिले। यीशु मसीह के नाम में मांगते हैं, ആമേൻ. പാസ്റ്റർ ജി ബെനഡിക്ഷൻ ബി. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും യേശു കർത്താവേ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും കരുതലും ആശ്വാസവും അടിയങ്ങൾ എല്ലാവരോടും കൂടെ ഈ ദിവസങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോട് കൂടെ ദൈവസഭയോടുകൂടെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും കൂടെ ലോകമൊക്കെയുമുള്ള വിശുദ്ധരോടുകൂടെ